ഹായ്, അപ്പോൾ ഞാൻ കണിയാപുരത്താണുള്ളത്. കഴക്കൂട്ടം കഴിഞ്ഞു. അതായത് നഗര ലിമിറ്റ്, കോർപ്പറേഷന്റെ ലിമിറ്റ് വിട്ടതിന് ശേഷം ആദ്യത്തെ പഞ്ചായത്ത്, തിരുവനന്തപുരം നഗരത്തിന്റെ കവാടം കടന്ന് ആദ്യത്തെ പഞ്ചായത്ത് അണ്ടൂർക്കോണം പഞ്ചായത്തിലേക്ക് വിലാപയാത്ര കടന്നു വരുമ്പോൾ ആദ്യ സ്വീകരണം അല്ലെങ്കിൽ ആദ്യത്തെ അതിന്റെ അന്തിമോപചാരം അർപ്പിക്കുന്നത് ഈ വിലാപയാത്രയ്ക്ക് നൽകുന്ന പോയിന്റാണ് കണിയാപുരം എന്ന് പറയുന്നത്. ഇവിടെയും ഒരുപാട് പേർ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ റീത്തുമായിട്ടൊക്കെ VS-നെ അവസാനം നോക്കുന്ന കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും ഇവിടെ കാത്തിരിപ്പുണ്ട്. ഏകദേശം 3 മണിക്കകത്ത് ഇവിടെ എത്തുമെന്നാണ് നേരത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ തന്നെ സമയം ഏകദേശം 1.5 മണിക്കൂറോളം വൈകുന്നുണ്ട്. ഇനിയും ഡിലേ ആകുമെന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും അവർക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ക്ഷമയില്ലായ്മയില്ല, കാത്തിരിക്കുന്നുണ്ട്. VS വന്നാലും എത്ര വൈകി വന്നാലും കണ്ട് മടങ്ങുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കണിയാപുരത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു വൻ ജനാവലി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണിയാപുരത്തിന്റെ പ്രദേശത്തുള്ളവർ പ്രതികരിക്കുമ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ACS ആയിട്ടുള്ള മംഗലാപുരം ACS ആയിട്ടുള്ള ജലീൽ അദ്ദേഹം ഓൺലൈൻ ചാനൽ അപ്പോൾ ACS ആയിട്ടുള്ള ശ്രീ ജലീലാണ് ഇപ്പോൾ അദ്ദേഹം ലൈവിൽ ചേരുന്നത്. അപ്പോൾ VS-ഉമായിട്ടുള്ള ഓർമ്മകൾ കണിയാപുരത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? സഖാവിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ സംസിദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം, നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം, നമ്മുടെ പ്രദേശത്തും ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. മംഗലാപുരത്തെ ക്ലേ ഖനനവുമായി ബന്ധപ്പെട്ട് ആ ക്ലേ ഖനനത്തിലെ കർശനമായ നിലപാട് സ്വീകരിച്ച ഒരു സഖാവാണ്. കേരളത്തിൽ അനീതിക്കെതിരെ ഉറച്ച ശബ്ദത്തോടെ ധീരമായി പോരാടിയിട്ടുള്ള VS നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി സഖാവ് എല്ലാ തിന്മകൾക്കുമെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റായിരുന്നു. സഖാവിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും നികത്താനാവാത്തതാണ്. കണിയാപുരത്തെ സംബന്ധിക്കുന്നിടത്തോളം ഏകദേശം എത്ര മണിക്കാണ് മുൻകൂട്ടി ഇത് വിലാപയാത്ര എത്തുമെന്ന് അറിയിച്ചിരുന്നത്? ഇപ്പോൾ ഒരുപാട് വൈകി വരുന്നുണ്ട്. വിലാപയാത്രയ്ക്ക് ഒരു പ്രത്യേക സമയം 2 മണിക്ക് തിരിക്കുമെന്ന് മാത്രമേ അറിയിച്ചിരുന്നുള്ളൂ. സ്വാഭാവികമായും വഴിയോരങ്ങളിൽ തിങ്ങി നിൽക്കുന്ന ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ VS-നെ ഒരു നോക്ക് കാണാനായി വാഹനത്തിന് ചുറ്റും കൂടുമ്പോൾ സ്വാഭാവികമായും ഉദ്ദേശിച്ച സമയത്തേക്ക് കടന്നു വരാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ ഏതാണ്ടൊരു 2 മണിക്കൂർ ആവുകയാണ് വിലാപയാത്ര തിരിച്ചിട്ട് ദേശവാസത്തിലെത്താനേ കഴിഞ്ഞുള്ളൂ. ഇനിയും 1 മണിക്കൂർ സമയം കൂടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ACS-ന് പറയാനുള്ളത്. മുൻകൂട്ടി തീരുമാനിച്ചതിനേക്കാൾ 2 മണിക്കൂർ ഏകദേശം വൈകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേശവദാസപുരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കടന്നു വരുമ്പോൾ പോങ്ങുമൂടുണ്ട്, ശ്രീകാര്യമുണ്ട്, കാര്യവട്ടമുണ്ട്, കഴക്കൂട്ടമുണ്ട്. അതിനുശേഷമാണ് കണിയാപുരത്തെ ഈ പോയിന്റിലേക്ക് വിലാപയാത്ര എത്തിക്കഴിയുന്നത്. കോർപ്പറേഷൻ പരിധി കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ പഞ്ചായത്താണ് അണ്ടൂർക്കോണം പഞ്ചായത്തിലെ ഈ സ്പെസിഫിക് പോയിന്റ്. അവിടെയാണ് ഏകദേശം 2 മണിക്കൂറുകളോളം വൈകിയതിനു ശേഷവും ഈ കാണുന്ന ജനങ്ങൾ ഈ നാട്ടിലെ അവസാന നോക്ക്, ഈ നാട്ടിലേക്ക് VS കടന്നു വരുമ്പോൾ, അവസാന യാത്രയിൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്.